എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ് പോക്കിരി സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ട്രailer. യെസ്, സിനിമ 21-ന് റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അണ്ണൻ്റെ ബർത്ത്ഡേ ആണ് 22-ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഒരുപാട് സിനിമകളുണ്ട് കേട്ടോ. പോക്കിരിയുണ്ട്, വില്ലുണ്ട്, തുപ്പാക്കിയുണ്ട്, കത്തിയുണ്ടോ? കത്തി ഉണ്ടെന്നാണ് കേട്ടത്. അങ്ങനെ 4 ഒരുമിച്ച് വരുന്നത്. എന്തായാലും പോക്കിരിയുടെ ട്രailer കാണാം. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് നമുക്ക് തോന്നിയത് പോക്കിരി കൊള്ളാം, പിന്നെ തുപ്പാക്കി. ഇത് രണ്ടും വേറെ, ബാക്കിയൊക്കെ ഈ പോക്കിരിയാണ് ശരിക്ക് ഒരു വമ്പൻ തിരിച്ചുവരവ്. അതെ അതെ, സത്യം. എന്തായാലും ഒരു ഇളക്കം ഉണ്ടാക്കിയ സംഭവം. അന്ന് പ്രഭുദേവ കൂടിയിരിക്കുകയായിരുന്നു. പിന്നെ കൂടിയായിരുന്നു അതൊക്കെ. വലിയ പ്രഭുദേവ തന്നെയാണ്. അതെ, അതാ പറഞ്ഞ പിന്നെ കൂടിയായിരുന്നു. ஒருத்தன் அடிக்கணும், அவன் ஏரியாலேயே போய் அடிக்கணும். அடிக்க போறது யாரு? அவன் அடிச்ச அடி விழ இடி விழ. வேற சொல்றா, யார் அடிச்சா பொறி கலங்கி பூமி அதிர்றது உடம்புல தெரியுதோ அவன் தான் தமிழ். பொண்ணு அழகா இருந்தா காதலிக்கலாம் போல் இருக்கே. ஆள் யார் மட்டும் சொல்லு. நசுக்கி தூக்கி என்ன சொன்னே? உன் ஆளு உன் இடம், எனக்கு பயம் இல்ல. கேட்டவனான்னு யோசிக்கிறல்ல, கண்டிப்பா நல்லவன் கிடையாது. மேலும் கீழுமாய் இழுக்கிறான், முப்பாலும் கலந்து என்ன கலக்குறான். பணத்துக்காக கட்ட பஞ்சாயத்து பண்றது, கொலை பண்றது, இந்த என்டையர் நெட்வொர்க்கையும் ரிமோட் கண்ட்ரோல்ல வச்சு. என்னடா வந்துட்டேன். இதுவரைக்கும் நீ செஞ்ச சில்லற வேலை இல்ல, இது சீரியஸ் மேட்டர். நீ நினைக்கிற மாதிரி நான் போக்கிரி இல்ல, கிரிமினல். கட்டுக்கோடு. நீ படிச்ச ஸ்கூல்ல நான் ஹெட் மாஸ்டர். 2020 ഡയലോഗ് ആണ്. அவன் 14 அன்னைக்கு நான் நினைச்சது நடக்கும். உனக்கு எவ்வளோ, எனக்கு எவ்வளோ? 5 கோடி. ഞാൻ തൂങ്ങലേ. எப்ப வந்தன்றது முக்கியம் இல்லடா, புல்லட் எப்படி இறங்குதுன்னு தான்டா முக்கியம். ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டேன். ഈ സിനിമയിലെ വിജയുടെ കണ്ണില്ലേ 21 ഭയങ്കര ഇന്റൻസ്, ഭയങ്കര തീക്ഷ്ണമായിട്ട് തിളങ്ങും പല സീനുകളിലും. അത് കാണുന്നു, നോട്ടം കൊണ്ട് കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ സിനിമയില് സിനിമ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ ട്രെയിലർ കാണുമ്പോൾ കുറേ സാധനങ്ങൾ ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് ഒന്നാമത്തെ സാധനമാണ് പ്രകാശ് രാജ് വില്ലൻ. എന്റെ അമ്മ, ആ ഒരു സീനൊക്കെ, ഉറങ്ങാതെ ഇരിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അതിനുശേഷം അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും ആ ഉറക്കത്തിന്റെ ഒരു ഹാങ് ഓവർ കാണിക്കും. ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുള്ള സംഭവം അതൊക്കെ. എന്തായാലും നമ്മുടെ മഹേഷ് ബാബു നായകനായി വന്നൊരു സിനിമയാണ് ഈ സിനിമ. അതിന്റെ റീമേക്കാണ്. തെലുങ്കിലും ഭയങ്കര ഹിറ്റായ സിനിമയാണ് അത്. തെലുങ്കിലും തമിഴിലും വമ്പൻ അതിലും ഹിറ്റായി തമിഴില് അല്ലെ. ശരിക്കും വിജയിന്റെ ഒരു കുറച്ച് സിനിമകൾ പരാജയത്തിന് ശേഷം ഒരു വലിയ തിരിച്ചുവരവ് തന്നെയായിരുന്നു ഈ സിനിമ. എന്തായാലും ആ സമയങ്ങളിൽ ആള് ഭയങ്കരമായിട്ട് റീമേക്ക് സിനിമകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ എന്തായാലും ആ ഒരു ഇതിലൊന്നും മാറ്റം വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ല കാര്യം അല്ലേ. സത്യം. എനിക്ക് റീമേക്ക് ഇഷ്ടമല്ല, ഉള്ള കാര്യം പറയല്ല, ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള സിനിമ ഒന്ന് ഗില്ലിയും പോക്കിരിയാണ്. പിന്നെ വേറെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അന്നത്തെ കാലത്ത് റീമേക്ക് വരുവാണെങ്കിലും അന്ന് പ്രേക്ഷകർ കാണാണ്ട് ഇതുപോലെ പാൻ ഇന്ത്യൻ സിനിമ റിലീസും കാര്യങ്ങളൊന്നുമില്ല. മറ്റുള്ള ലാംഗ്വേജിലൊന്നും അന്ന് നമ്മൾ വളരെ കുറവായിരിക്കും. പല ഹിന്ദി ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെയും കുറച്ചും കൂടി കൂടുതൽ കാണാം. ഹിന്ദി, തെലുങ്ക്, കന്നഡയൊക്കെ എപ്പോഴാണ് കാണാൻ തുടങ്ങി. KGF വന്നതിന് ശേഷമാണ് കന്നഡ എന്ന് പറഞ്ഞ സാധനത്തിനോട് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് കൂടിയത്. അതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പൊ ഒരുപാട് സിനിമകൾ ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ പിന്നീടാണ് അറിയുള്ളൂ മാത്രം. എന്താണെങ്കിലും പോക്കിരി ഇനിയും വരികയാണ്. 21-ാം തീയതി റിലീസ് എത്തും. ഇപ്പോഴും ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
നമ്മൾ ആ ഒരു അന്ന് കണ്ട അതേ ത്രില്ലിൽ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പോക്കിരി. അതുപോലെ തന്നെയാണ് ഗില്ലി അല്ലേ? പോക്കിരി, ഗില്ലി, പിന്നെ കത്തി, അങ്ങനത്തെ, പിന്നെ തുപ്പാക്കി, അങ്ങനത്തെ കുറെ ഐറ്റംസ്. കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്രാവ്, കുരുവി. എന്റെ ദൈവമേ, അതൊക്കെയാണ് കേട്ടോ ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാലേ. ഫ്ലോപ്പായ സിനിമ സുറ. ഓയ്യോ, കട്ടലിന്നൊരു വരവുണ്ട്, ഒരു 1.5 വരവ്. മറ്റേ ഡോൾഫിനൊക്കെ ഇങ്ങനെ ഞെട്ടിയനൊക്കെ ഉണ്ടോ? എന്റെ മോനെ, ഇതേത് സാധനം, അജാതി ഐറ്റം ആണ്. ശരിക്കും വിജയ്ക്ക് എന്തോരം മാറ്റാലേ വന്നത്. പിന്നെ അതിന്നൊക്കെ ഒരുപാട് റീമേക്ക് മാറ്റി, ഫ്രഷ് സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്ത് തുടങ്ങി. പിന്നെ വേറിട്ട രീതിയിലുള്ള അതായത് ഒരുപാട് കാര്യങ്ങൾ കൂടിയൊക്കെ റിയലിസ്റ്റിക് ആക്കി. ഈ ആക്ഷൻ സംഭവങ്ങൾ തന്നെ കുറെ കുറവ് കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുരുവിയിലൊക്കെ എന്താ മോനെ, ആ ട്രെയിനിലേക്ക് ചാടുന്ന സീനൊക്കെ കണ്ടോ? അമ്മേ, പറക്കുന്നതിനൊക്കെ അത് കറക്റ്റ് പേരും കുരുവിയിൽ. പോക്കിയിൽ എനിക്ക് അസിനുമായിട്ടുള്ള കുറച്ച് സീനുകളില്ലേ, ഭയങ്കര വൾഗറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അന്നും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഭയങ്കരമായിട്ട്, അതായത് ഡബിൾ മീനിങ്ങും ഭയങ്കര വൃത്തികേടാണത്. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പൊ വിജയ് ചെയ്യൂല. അതില്ല, അന്നത്തെ ടൈമിൽ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രഭുദേവന്റെ പരിപാടിയാണ് പണ്ട് മുതലേ ആള് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ. നഗ്മയും ആളും ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് കുറെ സിനിമകളിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പ്രാവശ്യം. എന്താണെങ്കിലും സിനിമ വരട്ടെ. എവിടെയൊക്കെ റിലീസ് ഉള്ളതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം 4 സിനിമയാണ് ഒരുമിച്ച് വരാൻ നിൽക്കുന്നത് 1-2 ദിവസങ്ങളുടെ ഗ്യാപ്പില്. അപ്പൊ 22-നും സിനിമകൾ റീ റിലീസ് നടത്തുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും കാത്തിരിക്കാം. വില്ല് മാത്രമാണെന്ന് തോന്നുന്നു പുറത്ത് റിലീസ് ഉള്ളത്. ഇന്ത്യയിലില്ല, വേറെ പുറത്ത് റിലീസ് ഉള്ളത്. വില്ലും റീമേക്ക് ആണ്. അതന്നെ, നമ്മുടെ ബോബി ഡിയോൾ നായകനായ സിനിമയാണ് വില്ല്. അതിന്റെ റീമേക്ക് ആണത്. പിന്നെ എന്താ, ഒരുപാട് പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സുകൾ ഉണ്ടാവും. ഗോട്ടിന്റെ സിംഗിളാണോ അതോ ടീസറാണോ അറിയില്ല. പിന്നെ ദളപതി 69ന്റെ അനൗൺസ്മെന്റോ എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്, പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലാതിരിക്കുമല്ലോ. എന്തായാലും കാത്തിരിക്കാം. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ. ദളപതി വിജയ് புவி கலங்கி பூமி அதிர்றது உடம்புல தெரியுது. அவன் தான் தமிழ். தமிழ்.